നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 13 വയസ്സുള്ളൊരു കുഞ്ഞിനെ 64 നരാധമന്മാർ പിച്ചി ചീന്തിയ പത്തനംതിട്ടയിലെ പീഡന സംഭവം അതുപോലും മാധ്യമങ്ങളുടെ വാർത്തയിൽ പിന്നോക്കം പോയി. മാധ്യമങ്ങൾക്കും സമൂഹ മാധ്യമങ്ങൾക്കുമൊക്കെ ഭ്രാന്ത് പിടിച്ചു നിൽക്കുന്ന അവസ്ഥ. വിഷയം ബോബി ചെമ്മണ്ണൂരും ഹണി റോസും. ആദ്യഘട്ടത്തിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു കത്തിയിരുന്നു. എന്നാൽ പെട്ടെന്ന് സോഷ്യൽ മീഡിയ പോലും അമ്പരന്നു. ചർച്ചകൾ ഹണി റോസിന്റെ വസ്ത്രധാരണ രീതിയിലേക്ക് തരം താണുപോയി. ബോബി ചെമ്മണ്ണൂർ ഹണി റോസ് വിഷയത്തിലേക്ക് ഇടം പിടിച്ചുകൊണ്ട് പിന്നെ രാഹുൽ ഈശ്വറിന്റെ കടന്നുവരവ്, രാഹുൽ ഈശ്വറിനെതിരെയുള്ള ഹണി റോസിന്റെ പരാതി, ഇതോടെ സോഷ്യൽ മീഡിയയിൽ ചേരിതിരിഞ്ഞ് പോർവിളികളായി. ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിച്ച് നിരവധി പോസ്റ്റുകൾ നിമിഷാർത്ഥത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത് ബോച്ചെ ഫാൻസും സംഘടിത PR ടീമുമാണ് എന്ന് ഹണി റോസിന്റെ ആരോപണം. ഒരു മുസ്ലിമായ റഹിമിനു വേണ്ടി പണപ്പിരിവ് നടത്തിയ ബോബി ചെമ്മണ്ണൂരിനെ അന്നേ ചിലർ നോട്ടമിട്ടു എന്നുവരെ സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പെഴുതുന്നവരുണ്ട്. ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിക്കുന്നവരെത്ര എന്ന ചോദ്യങ്ങളുമായി നിരവധി കുറിപ്പുകൾ, അതിന് താഴെ 10,000-കണക്കിന് ലൈക്കുകൾ, കമന്റുകൾ. എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ഇത്ര കണ്ട് ചേരിതിരിഞ്ഞത്? ബോബി ചെമ്മണ്ണൂരിനെ എന്തുകൊണ്ട് കൂട്ടത്തോടെ ഒരു കൂട്ടർ അനുകൂലിക്കുന്നു? ഹണി റോസിനെ അധിക്ഷേപിച്ചോ എന്ന ചോദ്യമാണിവിടെ ശക്തമാകുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ ബോബി ചെമ്മണ്ണൂർ നടത്തിയത് മലീമസമായ വൃത്തികെട്ട അശ്ലീല ഭാഷണങ്ങളായിരുന്നു എന്നതിൽ കേരളത്തിന് സംശയമില്ല. അത്ര വലിയ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ തന്നെയാണ് അയാൾ തുടർച്ചയായി നടത്തിയത്. ന്യൂ ഇയർ പ്രോഗ്രാമിലേക്ക് ആളുകളെ ക്ഷണിച്ചപ്പോൾ അയാൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വിളിച്ചുകൂവിയത് കുടിക്കാനുള്ളത് ഞങ്ങൾ കൊണ്ടുവരും, കളിക്കാനുള്ളത് നിങ്ങൾ കൊണ്ടുവരണമെന്ന്. അഭിമുഖങ്ങളിൽ അയാൾ പറയുന്ന ജാക്കി കഥകളും എന്തെല്ലാം വിശേഷണങ്ങളും. ഒരു മധ്യവയസ്കന്റെ കടയിൽ ചെന്ന് കയറി അയാളെ അപമാനിച്ച ബോബി ചെമ്മണ്ണൂർ പഴംപൊരി അയാളുടെ ഭാര്യയ്ക്ക് മുന്നിലും നിരത്തിവെക്കുന്നു. എന്നിട്ട് പറയുന്ന വൃത്തികേടുകൾ. അഭിമുഖങ്ങളിലെ വൃത്തികേടുകൾക്ക് കയ്യും കണക്കുമില്ല. ബോബി ചെമ്മണ്ണൂരിന് 2 അടി കിട്ടണമായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നവരാണ് സമൂഹ മാധ്യമങ്ങളിലേറെയും. എന്നാൽ എതിർവശത്തുള്ളത് ഹണി റോസ് ആയപ്പോൾ പലരും ബോബി ചെമ്മണ്ണൂരിനൊപ്പം ചേരുന്ന കാഴ്ച. മറുവശത്ത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നടന്ന വാദം. അന്ന് ബോബിയുടെ അഭിഭാഷകൻ B. രാമൻപിള്ള കോടതിയോട് ഒരു കാര്യം ശക്തമായി ആവശ്യപ്പെട്ടു. കണ്ണൂരിൽ നടന്ന ഉദ്ഘാടന പ്രോഗ്രാമിൻ്റെ ആ വീഡിയോ കോടതിയൊന്ന് കാണണമെന്ന്. പ്രോസിക്യൂഷന്റെ ശക്തമായ വാദങ്ങളെ എതിർത്തുകൊണ്ടാണ് B. രാമൻപിള്ള ഇക്കാര്യം കോടതിയോട് ആവശ്യപ്പെട്ടത്. ആ വീഡിയോ കണ്ടാൽ കാര്യങ്ങൾ കോടതിക്ക് ബോധ്യപ്പെടുമെന്നാണ് B. രാമൻപിള്ള പറഞ്ഞത്. ഇപ്പോഴതാ ആ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ചില അഭിഭാഷകർ ഇക്കാര്യങ്ങളിൽ പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങളുമായി രംഗത്തെത്തി. വീഡിയോയിൽ ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനടുക്കലേക്ക് കൈ നീട്ടുന്നത് വ്യക്തമാണ്. എന്നാൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ കയ്യിൽ പിടിക്കുന്നത് ഹണി റോസ് തന്നെയാണ്. ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിൻ്റെ കയ്യിൽ പിടിച്ചയുടൻ ബോബി ഹണി റോസിനെ വട്ടം കറക്കുന്നു. എന്നാൽ ആ വീഡിയോയിൽ ഒരിടത്ത് പോലും ഹണി റോസിൻ്റെ ദേഹത്ത് ബോബി ചെമ്മണ്ണൂരിൻ്റെ വിരലുകളോ കയ്യോ സ്പർശിക്കപ്പെടുന്നില്ല. ഈ പ്രോഗ്രാമിന് ഹണി റോസ് എത്തിയത് ഒരു കാവി വസ്ത്രവും അണിഞ്ഞ്, ഒരു പ്രത്യേക തരത്തിലുള്ള വസ്ത്രവും തലമുടി മുകളിൽ കുടുമ പോലെ കെട്ടിവെച്ചിരുന്നു. ഇതാണ് താൻ കുന്തി ദേവി എന്ന് ഹണി റോസിനെ ഉപമിക്കാനുള്ള കാരണമെന്ന് ബോബി ചെമ്മണ്ണൂർ കോടതിയിൽ വാദിച്ചിരുന്നു. കോടതിക്ക് മുൻപാകെ ആ വീഡിയോ അവതരിപ്പിക്കാൻ B. രാമൻപിള്ളയ്ക്ക് അവസരം ലഭിച്ചില്ല. കാരണം പ്രോസിക്യൂഷന്റെ ശക്തമായ വാദം. ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾ അനുസരിച്ച് ജാമ്യമില്ലാ കുറ്റമാണ് ബോബി ചെമ്മണ്ണൂരിന്റെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ ഇത്തരം തെളിവുകൾ പരിശോധിക്കേണ്ടതില്ല കോടതിക്ക്. പ്രാരംഭമായി പോലീസ് കസ്റ്റഡിയിൽ വിടാനും 14 ദിവസത്തേക്ക് റിമാൻഡിൽ വയ്ക്കാനും കോടതിക്ക് അവകാശമുണ്ട്. അവിടെയാണ് നിയമത്തിന്റെ പരിരക്ഷ ഹണി റോസിന് അനുഗ്രഹമായത്. നടിയുടെ ശരീരത്തിൽ ബോബി ചെമ്മണ്ണൂർ അനുവാദമില്ലാതെ സ്പർശിച്ചുവെന്നും ആ ചടങ്ങിൽ നിന്ന് ഏറെ മനോവേദനയോടെയാണ് താൻ ഇറങ്ങിപ്പോയതെന്നും നടി പറഞ്ഞിരുന്നു. ഇക്കാര്യമാണ് പ്രോസിക്യൂഷൻ മുഖ്യമായി കോടതിയിൽ ശക്തമായി വാദമുഖങ്ങൾ ഉന്നയിച്ചത്. എന്നാൽ ഹണി റോസ് നൽകിയ രഹസ്യമൊഴിയിൽ മറ്റു ചിലതുകൂടി ഉൾപ്പെട്ടിരുന്നുവെന്ന വാർത്ത പിന്നീട് നമ്മൾ കേട്ടു. എറണാകുളം DCP തന്നെയാണ് ഇക്കാര്യം മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പറഞ്ഞത്. ആദ്യഘട്ടത്തിൽ മാപ്പ് പറയേണ്ട തെറ്റൊന്നും താൻ ചെയ്തില്ല എന്ന് ബോബി ചെമ്മണ്ണൂർ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നു. ഇതുതന്നെയാണ് അഡ്വക്കേറ്റ് B. രാമൻപിള്ളയും പറഞ്ഞത്. എന്നാൽ ഹൈക്കോടതിയിൽ ഈ ജാമ്യഹർജി പരിഗണിച്ചപ്പോൾ കോടതിയുടെ ശകാരങ്ങൾക്ക് മുൻപിൽ B. രാമൻപിള്ള പറഞ്ഞു, എൻ്റെ കക്ഷിയോട് ഇനി ഇത്തരം അധിക്ഷേപ സംസാരങ്ങൾ ഒഴിവാക്കാൻ ഞാൻ ആവശ്യപ്പെടാം.
ബോബി ചെമ്മണ്ണൂരിന്റെ വാദങ്ങളെ ശക്തിയായി എതിർക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു. ബോബിക്ക് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ എതിർത്തതോടെയാണ് ആദ്യഘട്ടത്തിൽ റിമാൻഡിൽ ആകപ്പെട്ടത്. തുടർന്ന് ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചപ്പോൾ ഹൈക്കോടതിക്ക് കേസിന്റെ പ്രാധാന്യം തന്നെയായിരുന്നു മുഖ്യം. ഇതിനെന്ത് അടിയന്തര പ്രാധാന്യമെന്ന് ബി രാമൻപിള്ളയോട് ഹൈക്കോടതി ചോദിച്ചു. ഏതൊരു പ്രതിക്കും അവകാശപ്പെടാവുന്ന ന്യായമായ അവകാശമേ ബോബി ചെമ്മണ്ണൂരിനുമുള്ളൂ. അതുകൊണ്ട് 4 ദിവസം കഴിഞ്ഞ് ചൊവ്വാഴ്ച ഈ കേസ് പരിഗണിക്കാം. ചൊവ്വാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ കണ്ണൂരിലെ ഉദ്ഘാടന പ്രോഗ്രാമിൻ്റെ വീഡിയോ കോടതിയെ കാണിക്കുക തന്നെയാണ് ബി രാമൻപിള്ളയുടെ മുഖ്യ ലക്ഷ്യം. ആ വീഡിയോയിൽ നടി ഹണി റോസ് യാതൊരുവിധ അസംതൃപ്തിയും മുഖത്ത് പ്രകടമാക്കുന്നില്ല എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനാണ് ബി രാമൻപിള്ള ശ്രമിക്കുന്നത്. ഹണി റോസിനെ അപമാനിച്ചത് ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ചാണ് എന്ന് പ്രോസിക്യൂഷൻ വാദമുന്നയിച്ചിരുന്നു. ഇത് പൂർണ്ണമായി ഖണ്ഡിക്കണമെങ്കിൽ ഈ വീഡിയോ കോടതിയെ ബോധ്യപ്പെടുത്തണം. സ്റ്റേജിൽ വെച്ച് കുന്തി ദേവി എന്ന പ്രയോഗം നടത്തിയത് ദ്വയാർത്ഥ പ്രയോഗമല്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വവും ബി രാമൻപിള്ളയ്ക്കുണ്ട്. ഈ രാമൻപിള്ള തന്റെ അസോസിയേറ്റ്സുമായി ചർച്ച ചെയ്യുമ്പോൾ ഇക്കാര്യങ്ങൾ തന്നെയാണ് തുടർച്ചയായി പറയുന്നത്. കോടതിയെ ആ വീഡിയോ കാണിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഹണി റോസിന്റെ പരാതി വൈകിയത് എന്തുകൊണ്ടാണ് എന്ന് പോലീസ് അന്വേഷിച്ചില്ല എന്ന് രാമൻപിള്ള ഹൈക്കോടതിയിൽ പറഞ്ഞിരുന്നു. ഇതിനു പിന്നിൽ വ്യക്തമായ അജണ്ട ബി രാമൻപിള്ളയ്ക്കുണ്ട്. പോലീസ് കാട്ടിയ തിടുക്കവും രാമൻപിള്ള ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ചൊവ്വാഴ്ച കേരളം കണ്ട ഏറ്റവും ശക്തമേറിയ വാദത്തിനാണ് ഇപ്പോൾ രാമൻപിള്ള അസോസിയേറ്റ്സ് തയ്യാറെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് കോടതിയിൽ തീ പാറും. കേരളത്തിൽ ഒരു ബിസിനസ് ടൈക്കൂണായി മാറാൻ അസാധ്യ പ്രകടനങ്ങളാണ് പലപ്പോഴും ബോബി ചെമ്മണ്ണൂർ കാഴ്ചവെച്ചത്. ഇപ്പോഴിതാ അയാൾ കെട്ടിപ്പൊക്കിയ ഗ്രൂപ്പും ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. സ്ത്രീകളോടുള്ള മോശം പെരുമാറ്റം, പൊതുവേദികളിൽ നടത്തിയ വിവാദ പരാമർശങ്ങൾ, ഇതൊക്കെ ഇയാൾക്കെതിരെ വലിയ ആരോപണങ്ങളാകുന്നു. അതുകൊണ്ട് തന്നെ ബോബി ചെമ്മണ്ണൂരിന്റെ ബിസിനസ് ദിശ പൂർണ്ണമായും കീഴ്പോട്ടാണ് എന്നതിന്റെ സൂചനകൾ കണ്ടു തുടങ്ങി. സ്വർണ്ണക്കച്ചവടത്തിൽ തുടങ്ങി പിന്നീട് റിയൽ എസ്റ്റേറ്റ്, ചിട്ടികൾ, ഷാപ്പുകൾ, തേയിലക്കച്ചവടം തുടങ്ങിയ മേഖലകളിലേക്ക് അയാൾ പടർന്നു കയറിയിരുന്നു. തൃശ്ശൂരിന്റെ ബിസിനസ് ശൈലി തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ ഉപയോഗപ്പെടുത്തിയത്. തൃശ്ശൂരുകാരായ പല മുതലാളികളും ജുവലറി നടത്തിപ്പുകാരാണ്. അതേ വഴിയിലൂടെ ബോബി ചെമ്മണ്ണൂർ ചരിച്ചു. ചിട്ടി നടത്തിപ്പിന് പിന്നിലും തൃശ്ശൂരിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. എന്നാൽ ബോബി ചെമ്മണ്ണൂരിന് തന്റെ കയ്യിൽ നിർത്തി കളിക്കാവുന്ന കളിയല്ല ഇപ്പോൾ കളിച്ചു വെച്ചിരിക്കുന്നത്. നിക്ഷേപ പദ്ധതിയിലൂടെ ജനങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പിഴിച്ചെടുത്തിരിക്കുന്നു. വിശ്വാസ തകർച്ച നേരിടുന്നതോടെ ഇപ്പോൾ കൂട്ടത്തോടെ ആളുകൾ നിക്ഷേപം തിരികെ ചോദിച്ച് എത്തിത്തുടങ്ങി. ചെമ്മണ്ണൂർ ഗ്രൂപ്പിന് അവരുടെ വിവിധ പദ്ധതികളിലൂടെ സാധാരണ നിക്ഷേപകരിൽ നിന്ന് വളരെയേറെ പണം സ്വരുക്കൂട്ടാൻ കഴിഞ്ഞിരുന്നു. ഈ നിക്ഷേപം ഒരുമിച്ച് തിരികെ ചോദിക്കുമ്പോഴാണ് ബോബി ചെമ്മണ്ണൂർ പതറുക. എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ ഹണി റോസ് നൽകിയ പരാതിയെ തുടർന്നാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന്റെ പ്രതിസന്ധിക്ക് ഇത്രയേറെ ആക്കം കൂട്ടിയത്. ബോബി ചെമ്മണ്ണൂരിന്റെ മോശം പെരുമാറ്റം നിരവധി സ്ത്രീകളെ അധിക്ഷേപിക്കുന്നതായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ചൊവ്വാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ ഏതുവിധേനയും ബോബിക്ക് ജാമ്യം നിഷേധിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ശക്തമായ കരുക്കൾ നീക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം ബോബി പങ്കുവച്ച വീഡിയോകളും അയാളുടെ അധിക്ഷേപ സംസാരങ്ങളും ഒക്കെ പൂർണ്ണമായി ശേഖരിച്ചെടുക്കുകയാണ് ഇപ്പോൾ പോലീസ്. ഇതെല്ലാം കോടതിയെ ബോധ്യപ്പെടുത്തണം. ബോബി ചെമ്മണ്ണൂരിനെതിരായ ഡിജിറ്റൽ തെളിവുകൾ കോടതി പരിശോധിക്കുകയാണെങ്കിൽ ബി രാമൻപിള്ള മുന്നോട്ട് വയ്ക്കുന്ന തെളിവുകളും കോടതിക്ക് പരിശോധിക്കേണ്ടി വരും. അവിടെയാണ് കണ്ണൂരിലെ ഉദ്ഘാടന ചടങ്ങിൽ ഹണി റോസിനെ ബോബി ചെമ്മണ്ണൂർ അപമാനിച്ചില്ല എന്ന് തെളിയിക്കാൻ ബി രാമൻപിള്ള ശ്രമിക്കുന്നത്. ഹൈക്കോടതിക്ക് മുൻപാകെ ബോബി നൽകുന്ന വിശദീകരണം വ്യക്തമാണ്. താൻ തമാശയായി പറഞ്ഞ മിക്ക കാര്യങ്ങളും ഇപ്പോൾ ദ്വയാർത്ഥ പ്രയോഗങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. ഇതൊക്കെ തനിക്കെതിരെ ഗുരുതര ആരോപണങ്ങളും പരാതികളുമായി ഉയർന്നു വന്നു. എന്നാൽ ഹണി റോസ് അല്ലാതെ മറ്റൊരു വ്യക്തിയും ഇതുവരെ എനിക്കെതിരെ ഇത്തരം പരാതികൾ നൽകിയിട്ടില്ല എന്ന വാദമുഖമാവും ബോബി ചെമ്മണ്ണൂർ കോടതിയിൽ ഉയർത്തുക. ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ വിവിധ ബിസിനസ് മേഖലകളിലെ നിക്ഷേപ വർഗത്തിന്റെ ആത്മവിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ചെമ്മണ്ണൂർ ഗ്രൂപ്പ് തകരുമെന്ന പ്രചരണം ശക്തമാകുന്നതും അതുകൊണ്ട് തന്നെ. ഭാരതീയ ന്യായ സംഹിതയിലെ സ്ത്രീകൾക്ക് അനുകൂലമായ വകുപ്പുകൾ തന്നെയാണ് ഇപ്പോൾ ബോബിക്കെതിരെ ഇത്ര ശക്തമായ കുരുക്കായി മാറിയത്. രാഹുൽ ഈശ്വറിനെയും കുരുക്കാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ പോലീസ് മെനയുന്നു. ചുരുക്കത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ചേരിതിരിഞ്ഞ് പോർ വിളിക്കുമ്പോൾ മറുവശത്ത് ബോബി ചെമ്മണ്ണൂരിൻ്റെ ബിസിനസ് സാമ്രാജ്യം തകർന്നടിയുന്ന കാഴ്ച. എന്നാൽ ചൊവ്വാഴ്ച കോടതി മുറിക്കുള്ളിൽ ബി രാമൻപിള്ളയ്ക്ക് ഈ വീഡിയോയുടെ സഹായത്തോടെ ഈ കേസിൽ നിന്ന് തടിയൂരിക്കാൻ ബോബി ചെമ്മണ്ണൂരിനെ സഹായിക്കാൻ കഴിയുമോ? കേരളം ഉറ്റുനോക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.